വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐയുടെ നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. ഇന്ന് 11 മണിക്കാണ് റിബേഷ് SITക്ക് മുൻപാകെ ഹാജരാകേണ്ടത്. രമ്യ ഒരിക്കൽ കൂടി ചേരുകയാണ്. രമ്യ, ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ഇപ്പോൾ രണ്ടാമത്തെ പ്രതിയോട് ചോദ്യം ചെയ്യാൻ ഇന്നിപ്പോൾ SIT ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണല്ലോ. ഇയാൾ SITക്ക് മുന്നിൽ എത്തുന്നുണ്ടോ? എന്താണ് വിശദാംശം? 11 മണിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ റിബേഷ് രാമകൃഷ്ണനോട് ഈ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് എല്ലാം നൽകി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഹാജരാകും 11 മണിയോടുകൂടി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനെ പ്രതി ചേർത്തിരിക്കുന്ന കേസിൽ. കാരണം ഇതിൽ കൃത്യമായി തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് കൃത്യമായി തന്നെ ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഈ ജിതിൻ ഭാസ്കറിലേക്ക് പോലീസ് എത്തിയത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസിൽ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ട് മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പങ്കുവച്ചവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റിബേഷ് രാമകൃഷ്ണനെ രണ്ടാം പ്രതിയായി ഈ കേസിൽ പ്രതി ചേർത്തത്. തുടർന്നാണ് ഇത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാമത്തെ പ്രതിയോട് ഇന്ന് 11 മണിക്ക് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രമ്യ ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.